മിനൽ ബശരി കവാഹിദിൻ മിനൽ ബശരി, മനുഷ്യരിൽ നിന്നുള്ള മറ്റു ആളുകളെ പോലെ തന്നെയാണ് ഞാനും. ഏത് വിഷയത്തിൽ? ഫീ അദമി ഇൽമിൽ ഗൈബ്, മറഞ്ഞ കാര്യം അറിയില്ല, മറഞ്ഞ കാര്യം അറിയൂല എന്ന കാര്യത്തിൽ ഞാനും മനുഷ്യരിലെ ഒരാളെ പോലെ തന്നെയാണ് എന്ന് പഠിപ്പിക്കാനാണ് എന്നാണ് അസ്കലാനി റഹ്മത്തുള്ളാഹിയും പറയുന്നത്. എനിക്കതിനല്ലേ കഴിയൂ എന്നത് തന്നെ ആശയമല്ലേ ഇബ്നു ഹജർ റഹിമഹുല്ലാഹും ഇവിടെ സമർത്ഥിച്ചിട്ടുള്ളത്. ഇനിയും പിടിച്ചോ, മൂന്നാമത്തൊരു ഉദ്ധരണിയും കേൾപ്പിക്കട്ടെ. മഅനാഹു ഹസ്റുഹു ഫിൽ ബശരിയത്തി ബിന്നിസ്ബതി ഇലൽ ഇത്തിലാഇ അലാ ബവാതിനിൽ ഖുസൂമി ലാ ബിന്നിസ്ബതി ഇലാ കുല്ലി ഷൈഇൻ ഫഇന്ന ലിർറസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഔസാഫൻ നുഖർ കസീറാ. ഇവിടെയും വിശദീകരിക്കുകയാണെന്ന്. ആ തർക്കിതരായ കുതർക്കികളായ അല്ലെങ്കിൽ തർക്കിക്കാൻ വരുന്ന ആളുകളുടെ ഉള്ളറിയാൻ കഴിയില്ല, ഉള്ളിലേക്ക് എത്തി നോക്കാൻ കഴിയില്ലെന്ന കാര്യത്തിൽ ഞാനും മനുഷ്യൻ തന്നെയാണ്. മറ്റൊട്ടേറെ വിശേഷണങ്ങൾ അല്ലാഹുവിന്റെ റസൂലിനുണ്ടെങ്കിലും ഈ കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സ്ഥിതിയും അങ്ങനെ തന്നെ. അതും പണ്ഡിതന്മാര് വിശദീകരിച്ചല്ലോ. ഇനിയും നിങ്ങൾ കേട്ടോളൂ, ഇനിയും കേൾപ്പിക്കട്ടെ. ശരിക്ക് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇന്നമാ അന ബശറുൻ ഐ ഇന്നി മിനൽ ബശരി വലാ അദ്രി ബാത്തിന മാ തതഹാകമൂന ഫീഹി ഇൻദി വതഖ്തസിമൂന ഫീഹി ഇലയ്യ വഇന്നമാ ഖദി ബൈനകും അലാ ളാഹിരി മാ തഖൂലൂൻ. ഞാനും മനുഷ്യൻ തന്നെയാണെന്ന് പറഞ്ഞത് എന്തിനാണ്? വലാ അദ്രി, എനിക്കറിഞ്ഞൂട കേട്ടോ. ബാത്തിന മാ തതഹാകമൂന ഫീഹി ഇൻദി വതഖ്തസിമൂന ഫീഹി ഇലയ്യ, നിങ്ങൾ എൻ്റെ മുമ്പിൽ വെച്ച് തർക്കം നടത്തുമ്പോ, ആ നിലക്ക് നിങ്ങളോട് കാര്യങ്ങൾ വിധിക്കുമ്പോ ഉള്ളറിയാൻ എനിക്കും കഴിയില്ല കേട്ടോ. മറിച്ച് ഞാൻ നിങ്ങളുടെ വിധിക്കുന്നത് അലാ ളാഹിരി മാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നതിന്റെ ആ ബാഹ്യമായ കേൾവി അതനുസരിച്ചല്ലേ എനിക്ക് വിധിക്കാൻ കഴിയൂ. ഉള്ളറിയാൻ എനിക്ക് കഴിയില്ലല്ലോ. ആ അർത്ഥത്തിലല്ലേ അവിടെയും പണ്ഡിതന്മാര് വിശദീകരിച്ചത്. ഇങ്ങനെ എത്രയെത്ര വിശദീകരണങ്ങളുണ്ട്. ഈ വിശദീകരണങ്ങളൊന്നും കണ്ടില്ലെന്ന മട്ടിലതാ സലഫി അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ കള്ളം പറഞ്ഞതാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലതാ മുമ്പിൽ വന്ന് നിൽക്കുന്ന മനുഷ്യന്മാരുടെ കൽബകം കാണാഞ്ഞിട്ടല്ല, കണ്ടാലും നബിതങ്ങൾ അതപ്പ പറയൂല. എന്നാലും നബിതങ്ങൾ ആ സമയത്ത് അറിഞ്ഞാലും ചിലപ്പോ അവരുടെ വാചാലത കേട്ടിട്ട് അറിഞ്ഞാലും ആ സത്യത്തിന് കൂട്ടുനിൽക്കുമെന്നല്ലേ, അന്യായത്തിന് കൂട്ടുനിൽക്കുമെന്നല്ലേ നബിതങ്ങളെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത്? അത് ഇസ്ലാമികമല്ല. മാത്രമല്ല പിന്നെ നിങ്ങൾ പറഞ്ഞില്ലേ എനിക്കതിനല്ലേ കഴിയൂ. ആ അർത്ഥം വരുന്നൊരു വാചകം നിങ്ങൾക്ക് ബുഖാരിയിൽ കാണിക്കാമോ എന്തൊക്കെ നിങ്ങൾ ചോദിച്ചിട്ടില്ലേ? ഞാൻ ആ ഹദീസ് വായിച്ച് അർത്ഥം പറഞ്ഞപ്പോ അതിലുള്ള ഒരു ആശയം ഇടക്ക് പറഞ്ഞതാണ്. ആ ആശയം എന്റെ വകയായിട്ട് കൂട്ടിച്ചേർത്തതല്ല, ഇമാമിങ്ങൾ അവരുടെ കിതാബിൽ പറഞ്ഞതാണ്. അതിപ്പോ നിങ്ങൾ കേൾപ്പിച്ചതുമാണ്. എന്നാൽ ഈ വീരവാദം പറയുന്ന പേരോടിന്റെ പ്രസംഗത്തിൽ മൂപ്പരെന്തെല്ലാം കൂട്ടിച്ചേർത്തു. ആ കൂട്ടിച്ചേർത്തതിനൊക്കെ ഹദീസിൽ നിങ്ങൾ പദം കാണിച്ചു തരണം. നിങ്ങൾ കുറെ കൂട്ടിയല്ലോ. ഞാനൊരാശയം പറഞ്ഞു, അതിന് ഞാൻ തെളിവും പറഞ്ഞു. നിങ്ങൾ ചില ആശയങ്ങൾ കൂട്ടി പറഞ്ഞിട്ടില്ലേ? ആ പദം നിങ്ങൾ ബുഖാരിയിൽ കാണിച്ചു തരണം. അല്ലെങ്കിൽ അങ്ങനെ പണ്ഡിതന്മാർ ആ നിലക്ക് വിശദീകരിച്ച് നിങ്ങൾ കാണിച്ചു തരണം. കേട്ടോളൂ മൂപ്പരെന്താ പറഞ്ഞതെന്ന്. എന്നിട്ട് ഞാൻ പറയാം. ഒന്നുകൂടി ഓർമ്മക്ക് കേട്ടോളൂ ആ ഭാഗം. ഞാൻ സാക്ഷി വിസ്താരം കേട്ടിട്ട് ആ വിസ്താരത്തിൽ വാദിയുടെയും പ്രതിയുടെയും വാചകങ്ങൾ കേട്ട് സാക്ഷിയുടെ വിസ്താരം കേട്ട് കേൾവി അനുസരിച്ചാണ് ഞാൻ വിധി പറയുക. മുഅ്ജിസത്ത് മുഖേനയല്ല വിധി പറയുക, കറാമത്ത് മുഖേനയല്ല വിധി പറയുക. മുഅ്ജിസത്ത് മുഖേനയല്ല വിധി പറയുക, കറാമത്ത് മുഖേനയല്ല വിധി പറയുക. മുഅ്ജിസത്ത് മുഖേനയല്ല വിധി പറയുക, കറാമത്ത് മുഖേനയല്ല വിധി പറയുക. മുഅ്ജിസത്ത് മുഖേനയാണ് മനസ്സിന്റെ ഉള്ളിലെ കാഴ്ച, അതനുസരിച്ചല്ല ഞാൻ വിധി പറയുക. കണ്ടോ? അതൊക്കെ ഇപ്പൊ എവിടെയുള്ളത്? അടുത്ത പ്രസംഗത്തിൽ കാണിച്ചു തരണം. ഇവിടെ
നിങ്ങളിപ്പോ പറഞ്ഞതൊക്കെ ബുഖാരിയിൽ കാണിക്കണം. നിങ്ങൾ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ടല്ലോ ഹദീസ്. ആ ഹദീസ് വായിച്ചുകൊണ്ട് മുസ്ലിയാര് പറയണം, മുഅ്ജിസത്ത് മുഖേനയല്ല വിധിക്കുക, കറാമത്ത് മുഖേനയല്ല വിധിക്കുക. ഓ ഈ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, അറബി വായിക്കാൻ അറിയുന്നവരും അല്ലാത്തവരും ഒക്കെ ഉണ്ടാവില്ലേ? ഈ മുഅ്ജിസത്ത് കറാമത്ത് എന്ന പദം എന്തായാലും അറബിയല്ലേ? അതാ ഹദീസിൽ അയാൾ വായിച്ചെടുത്ത് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കള്ളം പറഞ്ഞതല്ലേ? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിൽ നിങ്ങളും ആ നിലയ്ക്ക് കളവ് പ്രചരിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? അള്ളാന്റെ റസൂല് എല്ലാം അറിയുന്നുണ്ട് കേട്ടോ. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ ഈ സമൂഹത്തിലെ ഞങ്ങളെ പഠിപ്പിച്ചത്, ലോക മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചത് എന്താണ്? ആരെങ്കിലും വാദിച്ചാൽ അന്ന മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ റസൂല് യഅലമു മാ ഫീ ഗദിൻ, നാളെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നയാളാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവൻ കളവാണ് പറഞ്ഞത് കേട്ടോ. ആ അർത്ഥത്തിലുള്ള വാചകങ്ങൾ മഹദിയായ നമ്മുടെ ഉമ്മ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞിട്ടില്ലേ? എന്നിട്ടല്ലേ നിങ്ങൾ അള്ളാന്റെ പേരിൽ കള്ളം പറയുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പേരിലും നിങ്ങൾ കള്ളം പറയുകയല്ലേ? അതുകൊണ്ട് ഈ കളവ് പറഞ്ഞുകൊണ്ട് വാദം സമർത്ഥിക്കുന്ന പരിപാടി അത് നിങ്ങൾ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് വിനയത്തോടെ ഉണർത്തുന്നു, പരലോകബോധമുണ്ടെങ്കിൽ. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ സംസാരിച്ച മറ്റൊരു വിഷയം എന്താണ്? വളരെ വിശദമായി സംസാരിക്കേണ്ടി വന്നൊരു വിഷയമുണ്ട്. അതെന്തെന്നല്ലേ? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കാൻ വേണ്ടി വന്ന അറേബ്യൻ നാട്ടിലുണ്ടായിരുന്ന ജനങ്ങൾ, അവര് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിച്ചവരല്ല, ഖാലിഖ് അല്ലാഹയാണെന്നറിഞ്ഞവരാണ്. അതുപോലെ അള്ളാനെ അവര് പല കാര്യത്തിലും അറിഞ്ഞവരാണ്. കടലിൽ വെച്ച് അള്ളാനോട് തേടിയവരുമാണ്. അതുപോലെ തന്നെ ഒട്ടേറെ സംഗതികൾ അവരെ സംബന്ധിച്ചു പറഞ്ഞ കൂട്ടത്തിൽ അബൂ ജഹലിനും അള്ളാഹുവില്ലവന് ആ നിലക്കുള്ള വിശ്വാസമുണ്ടായിരുന്നു. പക്ഷേ അവരുടെ പ്രവൃത്തികളിൽ അള്ളാഹു അല്ലാത്തവർക്ക് ആരാധന ചെയ്തത് കൊണ്ട് അവരിൽ നിന്നത് ഫലപ്പെടാതെ പോയി എന്ന നിലക്ക് അബൂ ജഹൽ അടക്കമുള്ള അറേബ്യൻ മുശ്രിക്കുകൾ അള്ളാനെ അവരങ്ങനെ ആ നിലക്കൊക്കെ അംഗീകരിച്ചിട്ടും ആ നിലക്കൊക്കെ ഏതൊക്കെ രൂപത്തിൽ അവർ അംഗീകരിച്ചുവോ അതൊക്കെയും ഇനി ഞാൻ വിശദീകരിക്കുന്നില്ല. ധാരാളമായി ആളുകൾ അതൊക്കെ പഠിച്ചതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ പേരോട് മുസ്ലിയാർക്ക് മറുപടി ഇല്ലാതായപ്പോ അയാൾ വിഷയം അട്ടിമറിച്ചിട്ട് നാദാപുരത്തിന്റെ മണ്ണിൽ വന്നിട്ട്, അതാ ഇവിടെ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് അധികമൊന്നും ദൂരമില്ലല്ലോ, 1 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് ഇവിടെ വന്നിട്ട് കള്ളം പറയുന്നു. എന്താ പറഞ്ഞതെന്താണ്? ഇവിടെ മൗലവി ഇവിടെ സമർത്ഥിച്ചത് അബൂ ജഹൽ മൂമിനാണ് എന്നാണ്. അന്ന് നമ്മൾ വളരെ മറുപടി കൊടുത്തു. പേരോടിന് ഒരിക്കലും പിന്നീട് ആ മറുപടിക്ക് ഖണ്ഡനം പറയാൻ സാധിച്ചിട്ടില്ല. അത് കാരണത്താൽ മൂപ്പര് കഴിഞ്ഞ പ്രസംഗത്തിൽ ഒരിക്കൽ പറഞ്ഞു, അബൂ ജഹൽ വിശ്വാസിയാണെന്ന്. സലഫി നാദാപുരത്ത് വന്നത് അബൂ ജഹൽ വിശ്വാസിയാണ് എന്ന് പറയാനാണ്. മൂപ്പരെന്നെ പറയുന്നത് എന്ത്? സലഫീത പറയുന്നു മുഅ്മിനല്ലാവൻ കാഫിറാണ്, മുശ്രിക്കാണ്. രണ്ടും കൂടെ മൂപ്പരെ തൊള്ള കൊണ്ട് തന്നെയാണ് പറയുന്നത്. രണ്ടും കൂടെ ഞാനെന്താ പറഞ്ഞത്, മൂപ്പരെന്താ എന്റെ പേരിൽ ആരോപിച്ചത്, അത് മനസ്സിലാക്കാൻ ആ രണ്ടും കൂടെ ഉള്ള ക്ലിപ്പ് ഒന്ന് നിങ്ങൾ കേൾപ്പിക്കും. രണ്ടും കൂടെ ഉള്ളത്. അബൂ ജഹൽ വിശ്വാസിയാണ്. മുഅ്മിനല്ലാവൻ മുശ്രിക്കാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, കാഫിറാണ്. അബൂ ജഹൽ വിശ്വാസിയാണ്. മുഅ്മിനല്ലാവൻ മുശ്രിക്കാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, കാഫിറാണ്, മുശ്രിക്കാണ്, കാഫിറാണ്. ഇതാണ് പേരോട്. മനസ്സിലായില്ലേ? മൂപ്പരിവിടെ നാദാപുരത്ത് ഈ ഖണ്ഡന പ്രസംഗത്തിലൊക്കെ സ്ഥാപിച്ചു കൊണ്ടുവന്നത് എന്താണെന്നറിയോ? മൗലവി അബൂ ജഹലിനെ സത്യവിശ്വാസിയാക്കി മുഅ്മിനാക്കി എന്ന് പറയാനാ. അത് പറയാൻ കൊണ്ടുവന്നപ്പോ ആദ്യം തന്നെ നാവും ഒരു പിടുത്തം. എന്താ ഒരു കൊന്നി നാക്കിന്. അബൂ ജഹൽ വിശ്വസിയാണ്. എന്തെത്തിയാ പറയത്ത്?
എന്ത് ഞാൻ അബൂജഹിലിനെ മോമിനാക്കിയിട്ടുണ്ട് എന്നല്ലേ നിങ്ങളെ വാദ്യം? അപ്പൊ നിങ്ങൾക്ക് സത്യവിശ്വാസിനാണ് പറഞ്ഞുകൂടായിരുന്നോ? നിങ്ങൾ എന്തിനാ സായിൽ നിർത്തിയത്? കള്ളത്തരം പറഞ്ഞ അങ്ങനെ ഉണ്ടാവും കേട്ടോ. കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് സംഭവിക്കുക.